നാട്ടിലുള്ള പെണ്ണിനെ നോക്കിയിട്ട് ഡയലോഗ് അടിക്കേണ്ടതല്ല. കണ്ണേ കറലേ ഹായ് ഹൂയിന്ന്. കെട്ടിയ പെണ്ണിനെ നോക്കിയിട്ട് ചെല്ലി ഏട്ടാ എൻ്റെ കണ്ണ് എൻ്റെ മുത്ത് ഏണ്ടില്ലവാ ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊണ്ട് ചിരിക്കുന്നാണ്ട ഇന്നോളം ചെല്ലിറ്റ ഇന്നോളം ചെല്ലിറ്റ നാട്ടുകാരെല്ലാം ചെല്ലണേ അളിയാ ഗുളിയാ മുത്തേ കണ്ണേ കറല ലിവറ് ഷുഗറ് എന്റെ ഒന്ന് ഓള ചെല്ലാഞ്ഞേ. ഹലോ സാർ ചെല്ലിനു സാർ എപ്പോ ആഗസ്റ്റ് 19 20 നമ്മങ്ങാല അതിന്റെ പിന്നെ ചെല്ലിറ്റ ആ ഹലാലാവാത്ത സമയത്ത് ഹറാമായ സമയമില്ലേ അപ്പോ ഓന്റെ ഫോൺ വിളിയും ഓന്റെ ചാറ്റും കണ്ടേ നീ ഉറങ്ങിയ കറല നീ എണിക്ക കുളിരേ നീ തിന്ന എന്ത് ഇപ്പ ആഗസ്റ്റ് 20 കഴിഞ്ഞില്ലേ ഇപ്പൊ നിന്റെ അടുത്ത് തന്നെ അല്ലേ. ഒന്ന് കേട്ടെ കണ്ണേ നീ വെയിച്ച കറല നീ ഉറങ്ങിയ ഇല്ല ഇല്ല. ഇത് എല്ലാ ഭർത്താക്കന്മാർക്കും പരാതി ഭാര്യമാരേത് ഭാര്യ നേരില്ല ഭാര്യ നേരില്ല ഭാര്യ നേരില്ല. ഭാര്യ നേരാവും നിങ്ങളും കുറച്ച് നേരെ വേണം. നമ്മളെ ഇടപെടൽ പോലെയാണ് അവളെ സമീപനവും. പിന്നെ തീരെ നേരില്ലേ അത് നീ കെട്ടുമെന്നെ ആലോചിക്കണം. അതിന് സാർ നീ കാശി മഞ്ഞ മാത്രം നോക്കിയതിന് മഞ്ഞ കുറച്ച് ദീന് നോക്കണം. അതിന് അത് നോക്കണോ അതിനാ മുൻഗണന. നീ സുബ്രഹ്മണ്യത്ത് പോത്തിനെ കച്ചവടാക്കും പോലെ അല്ലെങ്കിൽ ബള്ളാരിന്ന് പഴയ സെക്കൻഡ് ഹാൻഡ് ജീപ്പിനെ കൊണ്ടുവരും പോലെ ഇങ്ങനെ വില പറഞ്ഞിട്ട് കൊണ്ടല്ല നീ. അത് പോരാ. ദീന് നോക്ക് ദീന് നോക്ക്. തുങ്കഹുൽ മർആ ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫൽഫർ ബിദാത്തിദ്ദീൻ ശഫീഉനാ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ് 4 കാര്യങ്ങള് മുന്നിൽ കണ്ടിട്ട് 4 കാര്യം മാനദണ്ഡമാക്കിയിട്ട് 4 കാര്യങ്ങൾ ലക്ഷ്യം വെച്ചിട്ട് പെണ്ണ് കെട്ടുന്ന ഒരു ഏർപ്പാട് നാട്ടുറോഡ് മാമൂല് പണ്ടേയുണ്ട്. അതാണ് ഇതിന്റെ അർത്ഥം. തുങ്കഹുൽ മർആ പെണ്ണ് കെട്ടപ്പെടുന്ന ഒരു സമ്പ്രദായം ലോകത്തുണ്ട്. 4 കാര്യത്തിന് 4 കാര്യം മാത്രം ലക്ഷ്യം വെച്ച് അതല്ലെങ്കിൽ 4 കാര്യം മുന്നിൽ കണ്ടിട്ട് 4 കാര്യം മാനദണ്ഡമാക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ഒരു ഏർപ്പാട് ലോകത്തുണ്ട്. ഏതാണ് ആ 4 കാര്യം? ലിമാലിഹാ പെണ്ണിന്റെ സ്വത്ത് നോക്കിയിട്ട് പെണ്ണ് കെട്ടാൻ വേണ്ടി ഇറങ്ങുന്നവരുണ്ട്. വലിജമാലിഹാ പെണ്ണിന്റെ ഗ്ലാമർ ചന്തം സ്റ്റൈല് അത് നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ഏർപ്പാടുണ്ട്. വലിഹസബിഹാ പെണ്ണിന്റെ തറവാട് കുലമഹിമ നോക്കിയിട്ട് ഇന്നാളെ മോള് ഇന്ന മെമ്പറിന്റെ പുള്ളി ഇന്ന ഇല്ലത്തെ അംഗമാ എന്നിങ്ങനെ കുലമഹിമ നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ഏർപ്പാടുണ്ട്. ഒലിദീനിഹാ അതേ സംസ്കാരം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ഏർപ്പാടുമുണ്ട്. പൈസ നോക്കിയിട്ട് കെട്ടുന്ന ഏർപ്പാടുണ്ട്. ചന്തം നോക്കിയിട്ട് കെട്ടുന്നവരുണ്ട്. കുടുംബം നോക്കിയിട്ട് കെട്ടുന്നവരുണ്ട്. സംസ്കാരം നോക്കിയിട്ട് ദീന് നോക്കിയിട്ട് കെട്ടുന്നവരുമുണ്ട്. ഈ 4 കാര്യം മാനദണ്ഡമാക്കി അടിസ്ഥാനമാക്കി പെണ്ണ് കെട്ടുന്ന ഏർപ്പാട് ലോകത്ത് പണ്ടേയുണ്ട് ഇന്നുമുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറയുകയാ ഫൽഫർ ബിദാത്തിദ്ദീൻ നീ സംസ്കാരമുള്ള പെണ്ണിനെ കെട്ടിയിട്ട് രക്ഷപ്പെട്ടോ. ദീനുള്ള പെണ്ണിനെ നോക്കിയിട്ട് കെട്ടിക്കോ. നല്ല അതവും ചിട്ടയും നല്ല അച്ചടക്കവും നല്ല ദീനീബോധവുമുള്ള പെണ്ണിനെ കെട്ടിയിട്ട് നീ രക്ഷപ്പെട്ടോ. അല്ലെങ്കിൽ നീ തെണ്ടേണ്ടി വരാം. നീ നല്ല വില കൊടുക്കേണ്ടി വരാം. നിന്റെ ജീവിതമാകെ ആപത്തിലാവും ബേജാറിലാകും. ഹബീബുനാ റസൂലുള്ളാഹ് നബിതങ്ങളെ ഹദീസാണ്. ഹബീബായ നബിതങ്ങൾ പറയുകയാണ് ദീന് നോക്കിയിട്ട് നീ പെണ്ണ് കെട്ടണോ അല്ലെങ്കിൽ വയ്യതണ്ടോ. ഇപ്പൊ അധിക വിവാഹ ജീവിതവും പിന്നെ സുഖകരമല്ല. പല പുതിയാപ്പിളമാരുടെ ജീവിതവും പല പുതിനാട്ടിമാരുടെ ജീവിതവും മനോഹരമല്ല, റാഹത്തല്ല. വെറുതെ അങ്ങനെ നല്ല ഇസ്തിരി പൊടിയാത്ത ഷർട്ടും പാൻറ്റും ജീൻസും ഇട്ടിട്ട് നല്ല നടക്കുന്നില്ലെങ്കിലും വട്ട വാച്ചും കെട്ടിയിട്ട് ഇങ്ങനെ പള്ളിയുടെ അടുക്ക് വരുന്ന നോക്കണ്ട. സത്യം പറഞ്ഞ ഓന്റെ മനസ്സിനുള്ളിൽ തളമള നടക്കും. നേരെയില്ല, ഓനും ഓളും നേരെയില്ല. പിന്നെ വട്ടാരെ കെട്ടിയിട്ടായില്ലേ മഹിളാ സമാജം ഓളൊക്കെ, കുടുംബശ്രീ ഓളൊക്കെ,
നാട്ടിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എല്ലാം ഓളൊക്കെ, കാനൂണ് ലീഗല് ജുഡീഷ്യറി ഓളൊക്കെ. ഇനി പിന്നെ ഞാൻ എന്തും മുണ്ടിയിട്ടും കാര്യമില്ല, പിന്നെ ഇങ്ങനെ പോട്ട്. പിന്നെ ഇനെന്താക്ക നിവൃത്തിയില്ല, അല്ലാണ്ട് 4 കിടാക്കളുമായി ഇനെന്താക്കണ്ടി. അങ്ങനെ ചിന്തിച്ചിട്ട് കഴിയുന്ന എത്രയാളുണ്ടാകും? ഇല്ല, വെറുതെ മുഖത്ത് അങ്ങനെ സന്തോഷം പ്രകടിപ്പിച്ച് വെറുതെ ഓരോരോ ആക്കുന്ന ചിരിയും ചിരിച്ചിട്ട് അതേ നല്ല സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് വെറുതെ ബാഹ്യമായ നിലയ്ക്ക് ഇങ്ങനെ അഭിനയിക്കുന്ന എത്രയോ ദമ്പതിമാർ, മാപ്പിളമാർ മാത്രമല്ല ദമ്പതിമാർ ഞങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞ പിന്നെ വിരല് കടിക്കണ്ട, കേവലം ചന്തം നോക്കിയിട്ട് മാത്രം പെണ്ണ് കെട്ടണ്ട, നീ പയ്യെ കേരിക്കേണ്ടി വരും കേട്ടോ. നിനക്ക് നാണക്കേടുണ്ടാകുന്ന അവസ്ഥ നിന്റെ ഭാര്യയിൽ നിന്നുണ്ടാകും. പെണ്ണ് കെട്ടുമ്പോ ചന്തം നോക്കണ്ട എന്നല്ല പറഞ്ഞ, ചന്തം നോക്കണം, പക്ഷെ ചന്തം മാത്രം നോക്കരുത്. മനസ്സിലാണെങ്കിൽ ചന്തം നോക്കണം. സൗന്ദര്യത്തിന് ലൈംഗിക ജീവിതത്തിൽ അതല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്. ചന്തം നോക്കണം, പക്ഷെ ചന്തം മാത്രമായാലോ ഏത് പുതിയാപ്പിള അല്ലെങ്കിൽ ഏത് പുതിയാപ്പിളന്റെ വാപ്പ പെണ്ണിന്റെ പേർക്ക് പോയിട്ട് പെണ്ണിനോടാ അല്ലെങ്കിൽ പെണ്ണിന്റെ വാപ്പയോടാ കാക്കമാരോടാ എത്ര ജ്യൂസ് ഓതിനു മോളെ നീ 7ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ നിനക്ക് എന്ന് കേട്ട വാപ്പാര് പുതിയാപ്പിളാര് എത്ര കിട്ടുമെന്ന് ആ കാക്ക കേട്ട ഖബറിലൊക്കെ കാലെടുത്ത് വെക്കാനായ അയാള് കേട്ടാണ്ട എത്ര കിട്ടും, എന്റെ വലിയ മോക്ക് ഇത്ര കൊടുത്തു, നീ എത്ര വേണം കൊടു, നീ നിന്റെ പൊരന്റെ ആധാരം തന്നെ കൊടു മോക്ക്, അതിലിപ്പോ ആര് ഓക്കെന്താക്കണോ? നീ ആ കണക്ക് ഈട പറഞ്ഞതിനാ? ആ കണക്കീട പറഞ്ഞതിനറിയോ അത്തറിന് എന്റെ മോനും കിട്ടണോ? ഞാൻ പോയിട്ട് സുബ്രഹ്മണ്യത്തിൽ പോത്തന വേണ്ട, മോളെ കെട്ടാണ്ട. ഇത് കച്ചവടാക്കുന്നതല്ല, നിനക്ക് നല്ല ജീവിതം തരാൻ, നിന്റെ മക്കളെ ഗർഭം ധരിക്കാൻ. അതേ അപ്പ ഉമ്മമാര്, അമ്മായി അമ്മോശന്മാര്, പ്രായമേറി വരുന്ന നിങ്ങളെ കാലത്ത്, അവശതകൾ കൂടി വരുന്ന നിങ്ങളെ കാലത്ത്, ശരീരത്തിന്റെ പല ഭാഗങ്ങൾക്കും ക്ഷീണം വരുന്ന നിങ്ങളെ ഈ പ്രായത്തില് നിങ്ങൾക്ക് താങ്ങായി തണലായി നിങ്ങളെ വീടിന്റെ വിളക്കായി നിങ്ങൾക്കൊരു ധൈര്യമായി നിങ്ങളെ വീടിന്റെ പടി കയറി വരുന്നവൾ നല്ലവളാകണ്ടേ. നിങ്ങൾ സക്കറാത്തിന്റെ വലി വലിക്കുന്ന സമയത്ത് ഒരു തിരി ചൂടുവെള്ളമെങ്കിലും തന്നു കൊണ്ടുവന്ന് തരണമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത മരുമോള് നല്ലവളാകണ്ടേ. ആകണ്ടേ? അല്ലെങ്കിൽ ചൂടുവെള്ളല്ല, എപ്പോഴെ എലിന്റെ വിഷം കൈ തരും പോയിട്ടൊരിക്കും ഈ തന്ത. അതിന് ദീന് നോക്കിയിട്ട് കെട്ടണം, കെട്ടിക്കണം. അങ്ങനെയാ ചരിത്രം, അങ്ങനെയാ ലോകത്തിന്റെ അനുഭവം, അങ്ങനെയാ. ഇന്ന് ഞങ്ങളെ കാണുന്ന പല ദാമ്പത്യ ജീവിതത്തിന്റെ ഇടയിലുള്ള വിള്ളലുകൾ, വിരസതകൾ, പലവിധ വൈമനസ്യങ്ങൾ, പൊട്ടലുകൾ, ചിറ്റലുകൾ, അവർക്കിടയിലുള്ള ഡൈവോഴ്സുകൾ, തലാക്കുകൾ. സുബ്ഹാനല്ലാഹ്. അതേ ദീന മറന്നിട്ട്, തഖ്വ മറന്നിട്ട്, സംസ്കാരം മറന്നിട്ട്, ധാർമ്മികമായ ബോധം മറന്നിട്ട്, അതെല്ലാം മാറ്റിവെച്ചിട്ട് കേവലം ഭൗതികത്തിന്റെ ചന്തവും സമ്പത്തും മാത്രം നോക്കിയിട്ട് കെട്ടിയതിന്റെ ഫലമാണ്. സംശയമില്ല. നല്ല പെണ്ണാണോ, സ്നേഹമുള്ളവളാണോ, അവൾ ഒരിക്കലും നിന്നെ മറക്കില്ല, നിനക്കവളെ മറക്കാനും കഴിയില്ല. ആലോചിച്ചു നോക്ക. ഇന്ന് സത്യം പറഞ്ഞ പെണ്ണ് കെട്ടുമ്പോ നല്ലോണം ആലോചിക്കണോ. ഇന്നത്തെ പെണ്ണ് കിടാക്കളെ ബാക്ക്ഗ്രൗണ്ട് ശരിയില്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. കാടടച്ച് ഞാൻ വെടിവെക്കുന്നില്ല. 90% അല്ലെങ്കിൽ ഒരു 70%, 70% പെണ്ണുങ്ങളെ കെട്ടുമ്പോഴും നല്ലോണം ജാഗ്രത വേണം. 99% ചെക്കന്മാരെ കെട്ടുമ്പോഴും ജാഗ്രത വേണം. നിങ്ങൾ കാണണ്ട നല്ല സൂപ്പർ താടിയും തലലാപ്പ് മിന്നുന്ന തൊപ്പിയും വെച്ചിട്ട് കാണുമ്പോ ഇതാരിപ്പ ജിബിലിന്റെ മോനാന്ന് അങ്ങനെ വിചാരിക്കണ്ട. ഈടുണ്ടാവും ചിലപ്പോ കുപ്പി ഇടലി തിരിക്കിട്ട്. നിങ്ങൾ അറിഞ്ഞായില്ല, ഞാനറിയല. ഞാന്ന് ഇപ്പൊ ഈ അടുത്ത് കുറച്ച് സമയമായി. നാട്ടിലെ പേരൊന്നും പറയുന്നില്ല. ചിലപ്പോ ഇയാളാ വീടുണ്ടെങ്കിൽ അയാൾക്ക് ബേജാറോ. അവർക്കെന്ത് ചെയ്യാ, ഞമ്മക്കെന്ത് ചെല്ലാൻ കഴിയല. അങ്ങനത്തതാണ് ഇപ്പൊ ലോകം. അത് ചെല്ലണ്ട, ഇത് ചെല്ലണ്ട, എന്തോ ആക്ക. പിന്നെന്ത് ചെല്ലണ്ടേ? മൻറ മുൻകറ മിൻകും റസൂലുള്ളാഹി ഹദീസ.
അള്ളാന്റെ ദീന് പൊരുത്തപ്പെടാത്തത് കണ്ടാ ചെല്ലണം, ചെല്ലിയ തീരു, പറയണം. അത് ഇരിക്കട്ടെ. മിഞ്ഞാന്ന് സുബൈക്ക് നല്ല ദീനിയായ ചെക്കനാണ്. സാധാരണ പള്ളിയിൽ കാണും, 5 നേരം നിസ്കാരവും ഉണ്ട്, നല്ല തൊപ്പിയും വെക്കുന്നു, ഞെരിയാണിക്ക് മേലെ പാൻറ് ഇടുന്നത്, നല്ലൊരു അച്ചടക്കം, ഭയങ്കര അച്ചടക്കമുള്ള ആള്. ഉസ്താദുമാരെല്ലാം കാണുമ്പോൾ ഡബിൾ ബഹുമാനം, സിംഗിൾ അല്ല, ഡബിൾ ബഹുമാനം. ഭയങ്കര നല്ലവരാ. നാട്ടുകാർക്കിടയിൽ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ആ ചെക്കനെ പറ്റി. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഉണ്ട് സുബൈക്ക് 3-3:30 മണിക്ക് പോരൻ്റെ അവിടെ പോലീസിന്റെ ജീപ്പ്. അപ്പൊ ഞങ്ങളെല്ലാം വിചാരിച്ചെന്തറിയോ, ചെക്കൻ താജ് നിസ്കരിക്കുമ്പോ മാമു മാറ്റി നിസ്കരിക്കാൻ പോലീസ് കേസ് ചെയ്യുമ്പോൾ അതിനായിരിക്കും. അല്ലെങ്കിൽ ആ സമയത്ത് 3:10 കയറണം. നോക്കുമ്പോ സംഗതി എന്ത്, ഓനെ പൊക്കിയിട്ട് ജീപ്പിലിട്ടു. ഉറങ്ങിയ സമയം നോക്കിയിട്ട് തന്നെ അവർക്ക് പിന്നെ ഇത് രഹസ്യ പിന്നെ അറിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ട് പിടിച്ചിട്ട് ജീപ്പിലിട്ടു. എന്താ സംഭവം, എന്താ കഥ? കഞ്ചാവിന്റെ ആളാ, കഞ്ചാവിന്റെ ഏജന്റാ. സുബ്ഹാനല്ലാഹ്. തലയിൽ നിന്ന് തൊപ്പി മാറിയ നേരമില്ല. നിസ്കാരത്തിന് പള്ളിയിൽ കാണാ, ഉള്ളിൻ്റെ ഉള്ളിലുള്ള പണി ശരിയല്ല. അതുകൊണ്ട് അപ്പമാരെ, ഉമ്മമാരെ, പുതിയ ആപ്പിള കിട്ടണം എന്ന് ചിന്തിക്കുന്ന പെണ്ണുമക്കള്, ഇന്നത്തെ ചെറുപ്പക്കാരെ കെട്ടുമ്പോ 2 വട്ടമല്ല 3 വട്ടം ആലോചിക്കണം. പെണ്ണിനെ കെട്ടുമ്പോഴും അങ്ങനെ അധികം ഓവറായ ചന്തം വേണമെന്ന് ചിന്തിക്കണ്ട. കണക്കിലേറെ കുളത്തിന്റെ തണ്ണി തെളിഞ്ഞാൽ, കണക്കിലേറെ തണ്ണി തെളിഞ്ഞ് കണ്ടാൽ നാട്ടുകാരെല്ലാരും പോയിട്ട് തുള്ളും കുളിക്കാൻ. അല്ല സാർ, അപ്പൊ കണക്കിലേറെ തണ്ണി തെളിഞ്ഞിരണ്ട, ഒരു ലിമിറ്റ് വെച്ചിട്ട് തെളിഞ്ഞങ്ങ് മതി. ഇത് ഇമാമിങ്ങൾ കിതാബിൽ പറഞ്ഞാണല്ലോ, എന്റെ ഡയലോഗ് എടുത്തല്ലേ. മാത്രമല്ല, നീ കെട്ടുന്നതിന് മുമ്പേ അതിന് പല ലിങ്കും ഉണ്ടാകാം. കാരണം അന്നേ അതിന് അമിത സൗന്ദര്യമല്ലേ, ഭയങ്കരമായ ജലല്ലേ, നിന്നെ പോലെ പലരും ആഗ്രഹിച്ചതല്ലേ, നിന്നെ പോലെയുള്ളവരെ പലരും അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവാലോ. മിഞ്ഞാന്ന് സുബ്ഹാനല്ലാഹ് ഒരാടത്ത് ഞാൻ സ്ഥലത്തിന്റെ പേര് അതും പറയുന്നില്ല, ഭയങ്കര ഉറൂസ്. വയൽ കഴിഞ്ഞിട്ട് പോകുമ്പോ ഒരു സ്ഥലത്ത് ഭയങ്കര ആളും കോരെല്ലാം കൂടിയിട്ട് കാണുന്നു, ഭയങ്കര ഉറൂസിന്റെ ഒരു സ്ഥലത്ത്. വലിയ വയലിന്റെ വയലെല്ലാം കഴിഞ്ഞിട്ടല്ല അതിന് ഞങ്ങൾ പോകുന്ന സമയം തന്നെ ഇവിടെ വയലെല്ലാം തീർന്നിട്ട് എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അതിന്റെ പാസ്സാകുന്നത് നോക്കുമ്പോൾ 2 സൈഡിലും ആള്. അപ്പൊ അങ്ങനെ കാറ് നിർത്തിയിട്ട് ചോദിച്ചു, എന്ത് ഇവിടെ കഥ, എന്ത് എപ്പോഴേ വയൽ തീർന്നില്ല, മണി 2 മണിയോടെ അടുത്തായി, 12 മണിക്ക് തന്നെ വയൽ തീർന്നിട്ടുണ്ടാവല്ലോ, എന്തിങ്ങനെ ആളുടെ കൂടി റോഡ് സൈഡിലെല്ലാം. അത് ഉസ്താദേ, ചെക്കനെ ഏതോ ഒരു പെണ്ണ് നമ്പർ കൊടുത്താലാ, ഉറൂസിന്റെ നമ്പർ കൊടുക്കാൻ അടക്ക് വരണേ. ഇത് നല്ല ബുർക്കം ഇട്ടിട്ട് ഈ നാരിത്ത് സലാത്തിന്റെ കടലാസും കയ്യിൽ പിടിച്ചിട്ട് വന്നനല്ല ഇത് ഈ നമ്പർ എടുത്തോണ്ടേ വന്നിന്. ഇത് ഉമ്മ വിചാരിച്ച നാരിത്ത് സലാത്തിന്റെ കടലാസ് പിടിച്ചോണ്ട് പോകുന്ന ദർഗന്റെ തന്നെ ഓതാനായിട്ട് പോണോന്ന്. ഭയങ്കര കുലുമല്ല പീസ്. നല്ല ജാഗ്രത വേണം. എന്തേ നടക്കുന്നില്ല നിങ്ങളെ അഭിപ്രായം? ഈട നടക്കില്ല. അല്ലാഹു കാക്കട്ടെ, നാടിന്റെ ഇസ്സത്ത് അല്ലാഹു കാക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് നല്ലവളായ പെണ്ണ് കേൾക്കണം, മതബോധമുള്ള പെണ്ണ് കേൾക്കണം. ഇനി ഭർത്താവിന്റെ പദത്തിലേക്ക്, ഭർത്യപദത്തിലേക്ക്, ദാമ്പത്യ ജീവിതത്തിലേക്ക് നിന്റെ ഭർത്താവായിട്ട് ആര് കടന്നു വന്നാലും അയാളോട് നീ നല്ല നിലക്ക് വർത്തിക്കണം, നല്ല പിരിശപ്പാടോടെ കഴിയണം. ഒരുപാട് ഹക്കടപാടുകൾ നിനക്ക് അയാളോടുണ്ട്, ഭർത്താവിനോടുണ്ട്. ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു പെണ്ണ് വന്നിട്ട് നബിയോട് ചോദിക്കുകയാണ്, പൊന്നാര നബിയേ, എന്റെ എളാപ്പാന്റെ മോനെ എനിക്കതാ കല്യാണം ആലോചിക്കുന്നു. വീട്ടുകാരും നാട്ടുകാരും കാരണവന്മാരും എല്ലാവരും കൂടിയിട്ട് എന്റെ എളാപ്പാന്റെ മോനെയാണ് എനിക്ക് കല്യാണം ആലോചിക്കുന്നത്. എന്റെ ഭർത്താവായിട്ട് വരുന്നത് അയാളാണ്, എനിക്കും സമ്മതമാണ്. പൊന്നാര നബിയേ, അയാളെങ്ങാനും എന്റെ ഭർത്താവായിട്ട് കടന്നു വന്നാൽ, ഞാൻ അയാളെ ഭാര്യയായി കഴിഞ്ഞാൽ ഞാൻ അയാളോട് ചെയ്യേണ്ട കടമകൾ എന്താണ്? അയാളോടുള്ള കടപ്പാടുകൾ ഏതാണ്? ഞാൻ എങ്ങനെയാ ഭർത്താവിനോട് പെരുമാറേണ്ടത്?
ഞാൻ എങ്ങനെയാ അയാളോടുള്ള കടമകൾ തീർക്കേണ്ടത്? എന്താണ് നബി അയാളോടുള്ള ബാധ്യതകള് എന്നാ പെണ്ണ് ചോദിച്ചപ്പോ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പച്ച ഭാഷയിൽ അവിടെന്ന് പറഞ്ഞു, പെണ്ണ് ഭർത്താവിനോടുള്ള കടമ പറഞ്ഞാ തീരില്ല പൊന്നെ. ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് പറയാൻ കഴിയില്ല മുത്ത്. അതേ മോള്, നിന്റെ ഭർത്താവായിട്ട് വരുന്ന മനുഷ്യനില്ലേ, അയാളെ മൂക്കിൽ നിന്ന് ഒലിക്കുന്ന ചീഞ്ചലമില്ല, മൂക്കിൽ നിന്ന് ഒലിക്കുന്ന മൂക്കട്ടയില്ല, അത് അതാ നിന്റെ പിരിശം കൊണ്ട് നിന്റെ നാവ് കൊണ്ടാണ് തുടച്ചെടുക്കുന്നതെങ്കിൽ പോലും. മനസ്സിലായിട്ട നിങ്ങക്ക്? മൂക്കട്ട എടുക്കേണ്ടിയാണ്. മൂക്കിന്ന് വരുന്നതിന്റെ പേരെന്ത്? മൂക്കട്ട തന്നെയല്ലേ, നെയ്യ് നല്ലാലോ. ഇങ്ങനത്തെ ഒന്നും മുണ്ടില്ല. അവർക്ക് എന്റെ അയാൾ തിരിയില്ല സാർ. ആ മൂക്കിന്ന് വരുന്നത് അതിനൊക്കെ അവർ കയ്യില അല്ലെങ്കിൽ ടവൽ എന്തെങ്കിലും പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കണമല്ലോ. നല്ലതൊന്നും അല്ലാലോ, അത് അത്ര വലിയ സുഖമുള്ളതൊന്നും അല്ല അല്ലെ. മുസ്തഫ നബി തങ്ങൾ പറയാ, പെണ്ണെ നിന്റെ ഭർത്താവായിട്ട് വരുന്നയാളുടെ മൂക്കിൽ നിന്ന് വലിക്കുന്ന മൂക്കട്ട, അതേ മോളെ നീ നിന്റെ നാവ് കൊണ്ട് പിരിശപ്പാടിന്റെ കടുപ്പം കാരണമായി, ഭർത്താവിനോടുള്ള സ്നേഹം കാരണമായി, സ്നേഹത്തിന്റെ ഊക്കിന്റെ കാരണമായി ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് ഒലിക്കുന്ന മൂക്കട്ട നിന്റെ നാവ് കൊണ്ടാണ് നീ തുടച്ച് വൃത്തിയാക്കുന്നതെങ്കിൽ പോലും നീ ഭർത്താവിനോടുള്ള കടമ തീർത്തവളല്ല.